ക്രിയയും അതിൽ നിന്നുള്ള പദങ്ങളും ആരാധിക്കുക എന്ന അർത്ഥത്തിൽ മാത്രം ഉപയോഗിക്കപ്പെടുന്നു. അബദ എന്ന് പറയുന്ന വാചകമുണ്ടല്ലോ, ഫത്തഹോടുകൂടിയ ഫത്തഹോടുകൂടിയ ആ വാചകം, ആ ക്രിയയിൽ നിന്നുണ്ടാകുന്ന പദങ്ങൾ ആരാധിക്കുക എന്ന അർത്ഥത്തിൽ മാത്രം ഉപയോഗിക്കുന്നു. അബുദ എന്ന ക്രിയയും അതിൽ നിന്നുള്ള പദങ്ങളും അടിമത്തം അഥവാ അടിമയായിരിക്കൽ എന്ന അർത്ഥത്തിൽ മാത്രം ഉപയോഗിക്കപ്പെടുന്നു. ഉബൂദിയത്താകട്ടെ രണ്ട് ക്രിയാരൂപങ്ങളുടെയും ധാതുവായി വരുന്നത് കൊണ്ട് ആരാധനയെന്നും അടിമത്തമെന്നും അർത്ഥങ്ങളിലും വരും. ഈ വ്യത്യാസങ്ങളെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാതിരിക്കുകയോ ഗൗനിക്കാതിരിക്കുകയോ ചെയ്യുന്നത് കൊണ്ടാണ് ഇബാദത്ത് എന്ന വാക്കിന് ഭാഷാർത്ഥങ്ങൾ പറയുമ്പോൾ അടിമത്തം, അടിമവേല, അടിമവൃത്തി എന്നുമൊക്കെ അർത്ഥം പറയപ്പെട്ടു വരുന്നത്. വാസ്തവത്തിൽ ഉബൂദിയത്തിനല്ലാതെ ഇബാദത്തിന് അങ്ങനെ ഭാഷയിലും അർത്ഥമില്ല. അമാനി മൗലവി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ശൈഖ് മുഹമ്മദ് കണ്ടിട്ടില്ലേ? അമാനി മൗലവി ഈ വ്യക്തമാക്കിയത് അതിന്റെ ഭാഷാ നിയമം കൃത്യമായി പറഞ്ഞ് അത് ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിൽ വിവരിച്ച് അമാനി മൗലവി വിശദീകരിച്ചത് ശൈഖ് മുഹമ്മദ് കാരക്കുന്ന് കണ്ടിട്ടില്ലേ? അങ്ങനെ കണ്ടിട്ടില്ല എങ്കിൽ വൈകണ്ടി തന്റെ വിവരക്കേട് പ്രസംഗിക്കല്ലല്ലോ വേണ്ടത്. കണ്ടിട്ടില്ല എന്നാ മറുപടിയെങ്കിൽ കാണുകയല്ലേ ആദ്യം വേണ്ടത്, പഠിക്കല്ലേ വേണ്ടത്, അതന്വേഷിക്കല്ലേ വേണ്ടത്. അപ്പൊ അമാനി മൗലവി തന്നെ എന്തുകൊണ്ട് അടിമവേല എന്ന് പറഞ്ഞുകൂടാ? ഇബാദത്തിന് അനുസരണത്തിന് ഇബാദത്ത് എന്ന് പറയുന്ന വാക്കിന് അടിമവേല എന്ന് എന്തുകൊണ്ട് അർത്ഥം പറഞ്ഞുകൂടാ എന്ന് അമാനി മൗലവി തന്നെ വ്യക്തമാക്കിയത് കണ്ടിട്ട് വീണ്ടും വന്നിട്ട് അമാനി മൗലവി അടിമവേല എന്ന് അർത്ഥം പറഞ്ഞു. അടിമവേല എന്നവിടെ അർത്ഥം പറയാൻ പറ്റുകയില്ല. അതിന്റെ ന്യായാന്യായങ്ങൾ എന്താണ് എന്ന് അമാനി മൗലവി വ്യക്തമാക്കിയത് കണ്ടിട്ട് വീണ്ടും വന്നിട്ട് അടിമവേല എന്നവിടെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് വല്ല ന്യായമുണ്ടോ? ന്യായമില്ല. എന്നാൽ ഇബാദത്തിന്റെ അർത്ഥം പറയുമ്പോൾ ഒരുപാട് അർത്ഥമില്ലേ? ഉണ്ട്, ഒരുപാട് അർത്ഥമുണ്ട്. അമാനി മൗലവി 11 അർത്ഥങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിലെന്താ 11 അർത്ഥം എണ്ണിപ്പറഞ്ഞാൽ അതിലെന്താ കുഴപ്പം? ഇബാദത്ത് എന്ന് പറയുന്ന വാക്കിന് ഭാഷയിൽ ഒരുപാട് അർത്ഥമുണ്ട്, 11 അർത്ഥമുണ്ട്. അപ്പൊ 11 അർത്ഥവും ഇബാദത്ത് എന്ന് പറയുന്ന വാക്കിൽ ചേർക്കണോ? അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്ക് വാദമുണ്ടോ? ഇല്ല. പിന്നെ എത്ര അർത്ഥം ചേർക്കണം? 3 അർത്ഥം ചേർക്കണം. 3 അഥവാ അനുസരണം, അടിമവേല, ആരാധന, ഇത് 3 ചേർക്കണം. അപ്പോ ഈ 3 മാത്രം എടുക്കാനും ബാക്കി തള്ളാനുള്ള തെളിവെന്താ? 11 അർത്ഥം അമാനി മൗലവി ഇബാദത്തിന് നൽകും. അതിൽ 3 എണ്ണം ഇബാദത്തിന്റെ അർത്ഥത്തിൽ ചേർക്കണം, ബാക്കിയുള്ളത് എടുക്കണം, തള്ളണം എന്ന് പറയാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താ തെളിവുള്ളത്? ഇനി അത് മാത്രമല്ല, അമാനി മൗലവി മാത്രമല്ല, മൗദൂദി സാഹിബ് അദ്ദേഹം തന്നെ എന്തെടുക്കുന്നു? ഇബാദത്തിന് അർത്ഥം പറയണം, അതിന് ഭാഷാർത്ഥം പറയണം. ഭാഷാർത്ഥം എത്രയാ പറഞ്ഞത്? അടിമത്തം, അനുസരണം, പൂജ, ദാസ്യം, ബന്ധനം, തടസ്സം എന്നീ അർത്ഥങ്ങൾ ഉണ്ടായിത്തീർന്നു. ഇബാദത്തിന് എത്ര അർത്ഥമുണ്ട്? 6 അർത്ഥമുണ്ട്. ഭാഷയിൽ 6 അർത്ഥമുണ്ട്. ഏതൊക്കെ അർത്ഥം? അടിമത്തം, അനുസരണം, പൂജ, ദാസ്യം, ബന്ധനം, തടസ്സം. ഇങ്ങനെ 6 അർത്ഥമുണ്ട്. എന്തിന്? ഇബാദത്തിന്. അതിൽ 3 അർത്ഥം മാത്രം എടുക്കാം, ബാക്കി 3 എണ്ണം തള്ളണം എന്നുള്ള തെളിവ് എവിടെ? ഭാഷയിൽ ഒരു വാക്കിന് അർത്ഥം പറഞ്ഞാല് ആ അർത്ഥം മുഴുവൻ, ഭാഷയിലുള്ള വ്യത്യസ്തമായ അർത്ഥം മുഴുവൻ ആ വാക്കിൽ ചേർക്കണം എന്നതിന് തെളിവെവിടെ? തെളിവുണ്ടോ? ഇല്ല. പക്ഷെ അതിൽ 3 എണ്ണം ചേർക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി വാശി പിടിക്കുന്നത്. അതിന് തെളിവ് കൊണ്ടുവരും, പ്രമാണം കൊണ്ടുവരൂ. അങ്ങനെ വാശി പിടിച്ചത് കൊണ്ട് എന്താ നേട്ടം? ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്, മൗദൂദി സാഹിബ് തന്നെ അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയെ പറയാണ്, ഇബാദത്തിൽ ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ ആ ഇബാദത്തിൽ, ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നതിൽ ആ ഇബാദത്തിൽ എന്തെടുക്കണം? ഇയ്യാക നഅ്ബുദു എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന ആ ഇബാദത്തിൽ അദ്ദേഹം വിശദീകരിക്കണം. ഇബാദത്ത് എന്ന പദം അറബിയിൽ 3 അർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. 1 പൂജ, ആരാധന. പൂജ എന്ന് പറഞ്ഞാൽ ആരാധന. 2 അനുസരണം, അനുസരണം എന്ന് പറഞ്ഞാൽ ആജ്ഞാനുവർത്തനം. 3 അടിമത്തം, ദാസവൃത്തി. ഇവിടെ ഈ 3 അർത്ഥങ്ങളും ഒന്നിച്ചുദ്ദേശിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഈ 3 അർത്ഥങ്ങളും ഒന്നിച്ച് ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ, നിനക്ക് മാത്രം ഞങ്ങൾ അടിമപ്പെടുന്നു. ഇതാണ് അവിടുത്തെ അർത്ഥം.
ഇത് ഞാൻ ഉദ്ദേശിച്ച് പറയല്ല, അങ്ങനെ ആകുമല്ലോ എന്ന് ഉദ്ദേശിച്ച് പറയല്ല. നേരെ മറിച്ച് ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിന്റെ 148-ാമത്തെ പേജിൽ മൗദൂദ് തന്നെ പറയാൻ, അടിമത്തമായാലും അവന് മാത്രം, അള്ളാഹുവിന് മാത്രം അടിമത്തം, അനുസരണമായാലും അവന് തന്നെ, ആരാധനയായാലും അവന് മാത്രം. ഇതിൽ ഏതിനും ഇബാദത്തിന്റെ കലർപ്പ് പോലും അള്ളാഹുവല്ലാത്തവർക്കായി കൂടാതെ. അപ്പൊ മുഴുവൻ അള്ളക്ക് മാത്രം, അനുസരണം അള്ളക്ക് മാത്രം, അടിമത്തം അള്ളക്ക് മാത്രം, ആരാധന അള്ളാഹുവിന് മാത്രം. ഈ 3 അർത്ഥങ്ങളും ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നതിൽ എന്തെടുക്കുന്നുണ്ട്? ഒന്നിച്ചുദ്ദേശിക്കുന്നുണ്ട്. തെളിവെവിടെ? ഭാഷയിൽ അങ്ങനെ അർത്ഥമുണ്ട്. അങ്ങനെ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ഒന്നിച്ചുദ്ദേശിക്കുന്നത് എവിടെയാ കിട്ടുക? ഒരു ഉദാഹരണം പറയാം. ഹരി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹരി എന്ന് പറഞ്ഞാൽ അതിന് 3 അർത്ഥം. ഹരി എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നർത്ഥം. ഹരി എന്ന് പറഞ്ഞാൽ കുരങ്ങ് എന്നർത്ഥം. ഹരി എന്ന് പറഞ്ഞാലോ സിംഹം എന്നർത്ഥം. അങ്ങനെ 3 അർത്ഥം ഹരി എന്ന വാക്കിനുണ്ട്. ഈ 3 അർത്ഥം ഉണ്ടാവ തന്നെയാണ് നമ്മുടെ ഗാന്ധിജി അവർണ വിഭാഗത്തെ വിളിച്ചത് എന്ത്? ഹരിജനങ്ങളെ. അപ്പൊ ഒരു ജമാഅത്തുകാരൻ പറയണ ഹരി എന്ന് പറഞ്ഞാൽ 3 അർത്ഥം. ആ 3 അർത്ഥം ഒന്നിച്ചുദ്ദേശിക്കണം. അപ്പൊ ഹരിജനങ്ങളെ എന്ന് പറഞ്ഞ ഒരർത്ഥം എന്താ? കൊരങ്ങന്മാരെ. മനസ്സിലായോ? പിന്നെ ഹരിജനങ്ങളെ എന്ന് പറഞ്ഞാൽ സിംഹന്മാരെ. പിന്നെ ഹരിജനങ്ങളെ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ ആൾക്കാരെ. ഈ 3 അർത്ഥം ഒന്നിച്ച് ഉദ്ദേശിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയാവോ? ഇല്ല. ഇതുപോലെ ഇബാദത്ത് എന്ന് പറയുന്ന വാക്കിന് ഭാഷയിൽ അർത്ഥമുണ്ട് അനുസരണമെന്ന്. ആ ഭാഷയിൽ അനുസരണമുള്ളത് കൊണ്ട് ഇബാദത്ത് എന്ന് പറയുമ്പോൾ, അഥവാ ഇയ്യാക നഅ്ബുദു എന്ന് സാങ്കേതികമായി പറയുന്ന ആ ഇബാദത്തിൽ അനുസരണമെന്ന് ചേർക്കണം, അല്ലെങ്കിൽ അവിടെ അനുസരണമെന്ന് അർത്ഥമുണ്ട് എന്ന് പറയണമെങ്കിൽ തെളിവെവിടെ? ഭാഷയിൽ അങ്ങനെ അർത്ഥമുണ്ട്. ആ